ടി.വി.കെ പ്രചാരണ റാലിക്കിടെയുണ്ടായത് വിളിച്ചു വരുത്തിയ ദുരന്തം. സംഘാടനത്തിലും സമയക്രമം പാലിക്കുന്നതിലും വിജയ്ക്കും ടി.വി.കെയ്ക്കും വലിയ വീഴ്ചയുണ്ടായി. നിശ്ചയിച്ച സമയത്തിലും ഏറെ വൈകിയാണ് വിജയ് കരൂരിലെത്തിയത്. വിജയുടെ ആദ്യ പരിപാടി തീരുമാനിച്ചത് തൃച്ചിക്കടുത്ത് നാമക്കലിൽ. രാവിലെ 8:45 നാമക്കലിൽ നടക്കേണ്ട പരിപാടിക്കായി വിജയ് തൃച്ചിയിൽ വിമാനമിറങ്ങുന്നത് 9:30. നാമക്കലിലെ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് കരൂരിലേക്ക് തിരിക്കുന്നത് വൈകിട്ട് 3:45. കരൂരിൽ റാലി നിശ്ചയിച്ചിരുന്ന സമയം ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു. എന്നാൽ വഴിനീളെ തടിച്ചുകൂടിയ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് വിജയ് കരൂരിലെത്തുന്നത് പറഞ്ഞ സമയത്തിൽ നിന്ന് 6 മണിക്കൂർ വൈകി 7 മണിക്ക്. ഇതിനിടെ വിജയിയെ കാണാനായി കരൂരിലെ ഈറോഡ് ഹൈവേയിൽ ആളുകൾ തിങ്ങി നിറഞ്ഞു. 10,000 പേർക്ക് പങ്കെടുക്കാൻ അനുമതി ലഭിച്ച സ്ഥലത്ത് എത്തിച്ചേർന്നത് 50,000-ഓളം പേർ. എന്നാൽ സുരക്ഷയ്ക്കായി വിന്യസിച്ചത് 500-ഓളം പോലീസുകാരെ മാത്രം. ക്ഷീണിതരായ ജനങ്ങൾക്ക് വാഹനത്തിനു മുകളിൽ നിന്ന് വിജയ് വെള്ളക്കുപ്പി എറിഞ്ഞു നൽകി. ഏറെ നേരം ജലപാനമില്ലാതെ തളർന്ന ആളുകൾ വെള്ളത്തിനായി കൂടുതൽ തിക്കിത്തിരക്കി. നിർജ്ജലീകരണം മൂലം തളർന്നു വീണവർക്ക് മുകളിലേക്ക് ആൾക്കൂട്ടം കയറിയിറങ്ങിയതും അപകടത്തിന്റെ തീവ്രത കൂട്ടി. അപകടത്തിന് തൊട്ടുപിന്നാലെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാതെ വിജയ് ചെന്നൈയിലേക്ക് മടങ്ങി. 4 മണിക്കൂറിന് ശേഷമാണ് ടി.വി.കെയുടെ എക്സ് പേജിലൂടെ വിജയ് ദുഃഖം രേഖപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.